आमनतु बिल्लाहि व बिरसूलिहि अल्लाह और नबी पर ईमान है मेरा अल्लाह और नबी पर ईमान है मेरा तुम्हारे है ज़मीनो आसमां ईमान है मेरा ईमान है मेरा। ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നബിദിനത്തിൻ്റെ പരിപാടിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കണമെന്ന്. അപ്പോൾ മക്കളെ, ഇന്നിപ്പോൾ ഇതാണ് വലിയ ആവശ്യം. ഇതിട്ട് നല്ലൊരു ഉപ്പുമുളക് അരക്കാണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് പള്ളിക്കന്ന് ചോറൊക്കെ കൊണ്ട് നിൽക്കണേ. ഇന്നിപ്പോൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഉപ്പുമുളക് പിന്നെ കക്കരി ഇതൊക്കെയാണ് ഇപ്പോൾ വേണ്ടിയത്. ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൻ്റെ ഓളൊന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം എന്നാൽ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുകൊണ്ട് ഉപ്പുമുളക് അരക്കാണ്ട്. അപ്പോൾ ചോറ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഒരു പള്ളിക്കന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ ടൗണിലായതുകൊണ്ട് ഭയങ്കര പരിപാടിയാണ്. പരിപാടി കുറച്ച് ഉസാറാണ്. കൂടി ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇപ്പോൾ കോവിഡായിട്ട് പരിപാടിയൊന്നും ഇല്ലേനില്ല. അപ്പോൾ കുറച്ച് ഉസാറിലാണ്. ഇതാണ് കുട്ടൻ ബിരിയാണിയാണിത്. ഇത് ഒരു പള്ളിക്കന്ന്, ഏപ്പി പള്ളിക്കന്ന്. അഞ്ഞത് എപ്പോൾ എടുത്തിക്കണത്? അപ്പോൾ ഇത് കുട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് മറ്റേ പയ്യ പള്ളിക്കന്ന്, ഈക്ക പള്ളിക്കന്നുണ്ട്. നെയ്ച്ചോറാണ്. നെയ്ച്ചോറ്, നല്ല നെയ്ച്ചോറ്. ഇത് അതിക്കുള്ള ബീഫ് കറിയാണ്. അപ്പം ഇനി ചീരാപ്പുറങ്കോളിട്ട് കുറച്ച് ചമ്മന്തിയും പിന്നെ കുറച്ച് പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായാലേ ഇന്നിപ്പോൾ വെക്കാതെ കഴിച്ചിലയക്കണേ. ഇവിടെ 2 പള്ളിക്കത്തെ ഒരീസം തന്നെയാണ് ആക്കൽ. അതുകൊണ്ട് പിന്നെ റോട്ടുമേലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഇപ്പം ഒന്ന് ലീവിൻ്റെ ദിവസമല്ല. ബീഫ് കറി. അപ്പോൾ മക്കളെ, നമുക്ക് ഇനി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നബിദിനത്തിന് തലേന്ന് ഒരു പായസം ഉണ്ടാക്കിനി പള്ളിക്കൊക്കെ കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി നമ്മളിത് കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 200 ഗ്ലാസ് പായസം വേണമെന്ന് പറഞ്ഞ് നമ്മളെ കാക്ക. അപ്പോൾ അതിന് 15 തേങ്ങയാണ്. 15 തേങ്ങേൻ്റെ പാലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എത്ര എടുത്ത് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരികയാണ്. ഈ മുഴുവനൊന്നും എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാൽ എല്ലാവരും കൂടി പിഴിഞ്ഞാന്ന് ഇട്ടാ. എന്താ വെച്ചാൽ കാക്കാക്ക് ഗോതമ്പ് പായസം വെക്കണം എന്നൊരു പൂതി. എന്താ വെച്ചാൽ സേമിയ പായസമൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഓരോരോ ദിവസം ഓരോരുത്തരാണ്. അത് ഈ മാസം മുഴുവനും ഉണ്ടാവും. അപ്പോൾ കാക്ക പറഞ്ഞിരുന്ന ഗോതമ്പ് പായസം വെച്ചുതരുമെന്ന് ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ എന്നാൽ ഞാൻ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ടാസ്ക് ഏറ്റെടുത്താണ് കേട്ടോ. തേങ്ങാപ്പാലുണ്ട് ആയാലും ഉണ്ടാക്കാൻ പണിയില്ല. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലുണ്ട് പിഴിഞ്ഞൊന്ന് കണ്ടില്ല. 3 ചേരയാണ് നമ്മൾ ഒഴിവാക്കി ചേരിയൊക്കെ കൊണ്ടുങ്ങാണ്ട് വിറ്റ് ചെയ്തുങ്ങാണ്ട് എല്ലാവരും കൂടിയാണ് ചേരണ്ടൽ തുടങ്ങി. ഈ കാര്യത്തിനാവുമ്പോൾ എല്ലാവർക്കും ഉസാറാണ്. അപ്പോൾ ഞങ്ങളെ മുത്താപ്പാൻ്റെ മോളുണ്ടായിന്. ഓളും വന്ന് കുറേ ചരണ്ടി തന്ന്. അപ്പം തേങ്ങ ചരണ്ടലുണ്ട് ഉസാറായിട്ട് നടക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് പായസം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയത് സ്കിപ്പ് ചെയ്യാതെ കാണിട്ടാ. നിങ്ങൾക്കത് ഒരു അറിവായിട്ട് പഠിച്ച എൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ വെക്കാൻ നല്ല അതാണ്. 3 ചരമലാണ് നമ്മൾ ചരണ്ടുണ്ട് എല്ലാവരും കൂടി.
രാത്രിയാണ് കൊണ്ടുപോകല്, പിന്നെ ഏസാൻ്റെ നേരത്താണ്. അപ്പം അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നിക്കണ്. പിന്നെ 100 നെയ്യ്, 100 RKG ഉണ്ട്. പിന്നെ പഞ്ചക്കര പിന്നെ 6 അച്ച് കൊണ്ടുവന്നിന്. അപ്പം 5 അച്ച് നമ്മൾ പിന്നെ ഉരുക്കിക്കാണ്ട് ആക്കി നോക്കുമ്പോൾ മധുരം കമ്മി. അപ്പോൾ പിന്നെ ഒരു അച്ചും കൂടി എടുത്തു. അപ്പം അങ്ങനെ 6 അച്ച് പഞ്ചക്കരയാണിത്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചക്കരയാണിത്. ഈ ചക്കരയ്ക്ക് തന്നെ അധികം ടേസ്റ്റുമാണ്, കുറച്ച് വില കൂടുതലുമാണ്. അതുകൊണ്ട് ഉരുക്കിക്കാണ്ട് അരിച്ച് പാരാന്ന് വിചാരിച്ചിക്കാണ്ട്. ഇതാണ് പായസ ഗോതമ്പ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ. നല്ല പിന്നെ തോലൊന്നും ഇല്ലാത്ത നല്ലൊരു പിന്നെ ഗോതമ്പ് പാക്കറ്റാണിത്. 3 കിലോനാണ്, ഓരോ കിലോൻ്റെ പാക്കറ്റാണിത്. പായസ ഗോതമ്പ് എന്ന് അതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിരിക്കണം. അത് നമ്മൾ മുറ്റത്ത് അടുപ്പ് കൂട്ടിക്കാണ്ട് വെച്ചത്. അപ്പോൾ ഓരോരോ ദിവസം ഓരോരുത്തർ ചിലവർ നെയ്യപ്പാണ്, ഈക്കാരം കുയ്യപ്പം, അങ്ങനെ ഓരോരോ ഇതുകളുണ്ടാവും. പിന്നെ ചിലപ്പോഴൊക്കെ ഈ സേമിയ പായസങ്ങൾ, പാൽപ്പായസങ്ങളേ, അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് മടുത്തിക്കണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല, ഇതൊക്കെ കുറച്ച് പരമുള്ള കാര്യമല്ലേ. അപ്പം പിന്നെ നമ്മൾ ഇങ്ങനത്തെ കൊണ്ടുപോകല്ലേ. അപ്പം കാക്ക നബിദിനത്തിൻ്റെ തലേന്നാണ് ഏൽക്കൽ. എന്താ വെച്ചാൽ അന്ന് ഒരുപാട് ആളുണ്ടാവും. അപ്പോൾ നമ്മളെ ഉണ്ടാക്കേണ്ടത് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടേ. പിന്നെ പണ്ടാരികളുണ്ടാവും, 13 പണ്ടാരികളുണ്ട്. 130 കിലോ അരി വേകാനുള്ളതല്ലേ. അപ്പോൾ അതിനുള്ള പണ്ടാരികളുണ്ട്, 13 പണ്ടാരികൾ. പിന്നെ 200 ക്ലാസ് വേണമെന്ന് അറിയിക്കണം പള്ളിക്കൊക്കെ. പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് കൊടുത്തും ചെയ്ത്. അപ്പോൾ ഒരു 250 ക്ലാസ് വരെ ഉണ്ടാവും. 3 കിലോനാണ് നമ്മൾ എടുത്തുകൊണ്ട്. ഒരുപാടായാൽ പിന്നെ അത് പിന്നെ ഗോതമ്പ് തന്നെ ആയി വരും. പിന്നെ അതിക്കൊരു നായി അരി, 1/2 കിലോ അരി പച്ചരി വെള്ളത്തിലിട്ടുകാണ്ട് അത് മിക്സിക്കിട്ട് പൊടിച്ചുകാണ്ട് നമ്മൾ ഇതിനൊക്കെ അരച്ചെടുത്തുകാണ്ട് അത് ഒഴിച്ചെടുത്തിട്ടാണ്. അങ്ങനെയാണ് ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അധികം സാധനങ്ങളൊന്നുമില്ല, ഇൻറ്റീരിയൽസൊന്നും വല്ലാതെ വേണ്ടല്ല. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും ഇത് എവിടുന്ന് ഉണ്ടാക്കി എന്നുള്ള അഭിപ്രായം ചോദിച്ചോലാണ്. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഇവിടെ റെഡി ആക്കണേ. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണമെന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ ആളില്ല ഇനി. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഒന്ന് പിന്നെ ഇത് തേങ്ങാക്കൊത്ത് ഒന്ന് വറവിടണം. അത് ഈ RKG 100 RKG ആണ്. അത് മുഴുവനും ഞാൻ ഇക്കാൻ എടുത്തേക്കണം. പിന്നെ രസം ചെറിയ ഉള്ളി തൂമ്പിച്ച് കാണ്ട് പാരണം ചെയ്ത്. എല്ലാവരും ചോദിച്ചാൽ ഇത് എവിടുന്ന് ഉണ്ടാക്കിച്ചതെന്ന്. വലിയ ഉസ്താദ് വരെ ചോദിച്ചെന്ന് പറഞ്ഞ് വേറെ എവിടുന്നേ ഉണ്ടാക്കിച്ചതാ വെച്ചിട്ടേ. അപ്പോൾ എല്ലാവർക്കും അറിയണം. അപ്പം അവിടുന്ന് ഉണ്ടാക്കിച്ചാന്ന് വിചാരിച്ചങ്ങാണ്ട്. അപ്പം ഇവർ പറഞ്ഞാലേ നമ്മളെ പെരിയിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്, നമ്മളെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ തേങ്ങാക്കൊത്ത് എല്ലാം മൂപ്പിച്ചുകാണ്ട് നമ്മളതിൽ കൊഴിച്ച് കൊടുക്കുകയാണ്. ഞേസം ചുക്കും പിന്നെ നെല്ലീരും ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചുകാണ്ട് അതൊരു 2-3 സ്പൂൺ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ചിടുന്നതാണിത്. ചുക്കും നെല്ലീരും ഏലക്കായും പൊടിച്ചത് ഞാൻ മുഴുവട്ടില്ല, ഒരു പേടി ഏറിട്ട് ചെയ്താലോ വെച്ചിട്ടേ. അപ്പോൾ വലിയ സ്പൂണിന് 3 സ്പൂൺ നമ്മൾ ഇതിൽ ഇട്ടുകൊടുത്ത്. ഇത് ഇതിൽ കിട്ടാൽ ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഈ ചക്കര ഇട്ട് വെക്കണ പായസത്തിനൊക്കെ. ഇത് ഇങ്ങനത്തെ പായസം ചിലരൊന്നും ഉണ്ടാക്കില്ല. ചിലർക്കൊരു ഇതാണ് ഈ തേങ്ങാപ്പാൽ എത്രയും ചെന്നാൽ ഈ പായസം നല്ല ടേസ്റ്റ് കൂടും. ഈ മൗലൂദിൻ്റെ ആവശ്യത്തിനൊക്കെ തന്നെയാണ് നല്ലതും. പണ്ടേക്കും പണ്ടേ ഉള്ളതല്ലേ. അപ്പം ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളാണ് വിചാരിച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോയിൽ